അബിക ടോക്സ് ആൻഡ് മ്യൂസിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. ഇനിയെങ്കിലും ഒന്ന് പൊട്ടിക്കരഞ്ഞുകൂടി, വികാരങ്ങൾ പ്രകടിപ്പിക്കൂ. പുരുഷന്മാരുടെ മാനസികാരോഗ്യം പ്രധാനം. മനുഷ്യന്മാരെല്ലാവരും പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. പുരുഷന്മാർ നേരിടുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് അവബോധം ഉണ്ടാക്കുവാനും അവർക്ക് പിന്തുണയേകുവാനുമായി ജൂൺ മാസം പുരുഷന്മാരുടെ മാനസികാരോഗ്യ മാസമായി ആചരിക്കുന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് തുറന്നു സംസാരിക്കുവാൻ ഇന്ന് മിക്കവരും തയ്യാറാകുന്നുണ്ടെങ്കിലും ആണുങ്ങളായാൽ കരയാൻ പാടില്ല എന്ന മനോഭാവം വെച്ചു പുലർത്തുന്നവരും ധാരാളമുണ്ട്. പുരുഷന്മാരുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ പലപ്പോഴും അത്ര കാര്യമായി ഒന്നും എടുക്കാതെയും അവർക്ക് വേണ്ട പിന്തുണ ലഭിക്കാതെയും പോകുന്നുണ്ട്. എന്നാൽ പുരുഷന് അവന്റെ വികാരങ്ങൾ എന്തായാലും അത് പ്രകടിപ്പിക്കാൻ ഇനി ഒട്ടും വൈകിക്കൂടാ. പുരുഷന്മാർ കരയുന്നത് നല്ലതാണ്. വൈകാരികമായ കരച്ചിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണിനെയും എൻഡോജീനസ് ഓപ്പിയോഡസ് അഥവാ എൻഡോഫിനുകളെയും പുറന്തള്ളുന്നു. ഇത് തലച്ചോറിൽ സന്തോഷമുണ്ടാക്കുന്ന രാസവസ്തുക്കളാണ്. ഇവ വൈകാരികമായ വേദനയെ ഇല്ലാതാക്കുന്നു എന്ന് മാനസിക വിദഗ്ധർ പറയുന്നു. വികാരങ്ങളെ അടക്കി വെക്കുന്നത് മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ബാധിക്കുന്നു. ഇതുമൂലം രോഗപ്രതിരോധ ശക്തി കുറയുകയും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഹൈപ്പർ ടെൻഷൻ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഇവ ഉണ്ടാകുകയും ചെയ്യുന്നു. പുരുഷന്മാരുടെ മാനസിക ആരോഗ്യത്തെ കുറിച്ചുള്ള പഴകിയ ചിന്തകൾ എങ്ങനെ മാറ്റാം? കരയുന്നത് ശരിയാണെന്നും അത് മോശം കാര്യമല്ലെന്നും ആൺകുട്ടികളെ പഠിപ്പിക്കുക. വികാരങ്ങളെ അടക്കി പിടിക്കാതിരിക്കാൻ അവരെ പഠിപ്പിക്കുക. മുറിവുകൾ സുഖപ്പെടാൻ, ഹീലാവാൻ അവരെ പഠിപ്പിക്കുക. അവരോട് തന്നെ ദയുള്ളവരായിരിക്കാൻ പഠിപ്പിക്കാം. ഉത്തരവാദിത്തങ്ങൾ വിഭജിക്കാൻ പഠിപ്പിക്കാം. എല്ലാ മനുഷ്യനും ദുഃഖവും ഉത്കണ്ഠയും അനുഭവിക്കുന്നുണ്ട്. ഇത് തുറന്ന് പ്രകടിപ്പിക്കുന്നത് പൂർണ്ണമായും ശരിയാണ്. കരയുന്നത് കൊണ്ട് നിങ്ങൾ ചെറുതാകുന്നില്ല. പകരം അത് വെല്ലുവിളികളെ തുറന്ന മനസ്സോടെ നേരിടാൻ പ്രാപ്തരാക്കിയാണ് ചെയ്യുന്നത് എന്ന് ആൺകുട്ടികളെ പഠിപ്പിക്കാം. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.